honestly believe that history will be kinder to me than the contemporary media or for that matter the opposition parties in parliament divulge all the things that take place in the cabinet system of government. I think taking into account the circumstances and the compulsions of a coalition polity, I have done as best. ചരിത്രം എന്നോട് ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരെക്കാൾ കനിവോടുകൂടി പെരുമാറും എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ അത്രയേറെ വിമർശനങ്ങൾ, അത്രയേറെ ചോദ്യശരങ്ങൾ മാധ്യമപ്രവർത്തകരിൽ നിന്ന് നേരിട്ടൊരു പ്രധാനമന്ത്രി എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്ന് പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ആ രീതിയിൽ ചോദിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയുമോ? ആ ഒരു പരിതസ്ഥിതി നമ്മുടെ രാജ്യത്ത് ഇന്നുണ്ടോ എന്നുള്ള കാര്യം കൂടിയുണ്ട്. നേരത്തെ അക്ഷയ് പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്ന് ഞാൻ അങ്ങ് തുടങ്ങാം. 91 ജൂണിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ധനമന്ത്രിയാകാൻ നരസിംഹറാവുവിൽ നിന്നൊരു അപ്രതീക്ഷിത ഫോൺ കോളാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന് ലഭിച്ചത്. അവിടെ നിന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഒരു സാമ്പത്തിക വിദഗ്ധനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. അവിടെ നിന്നാണ്. അസമിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായാണ് കേന്ദ്ര സർക്കാരിലേക്ക് അദ്ദേഹം എത്തിയത്. ഇന്ത്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന സമയത്താണ് ധനമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗ് എത്തുന്നത്. ധനക്കമ്മി GDP-യുടെ 8.5%, വിദേശ നാണ്യ കരുതൽ ശേഖരം കഷ്ടിച്ച് 2 ആഴ്ചത്തേക്ക് കൂടി മാത്രമെന്ന സ്ഥിതിയായിരുന്നു.